സ്റ്റാൻഡേർഡ് 7 Unit-1 നേച്ചേഴ്സ് പ്ലെൻറ്റി. പ്രകൃതിയുടെ സമൃദ്ധി. പ്രകൃതി വളരെ സമൃദ്ധമാണ്. ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിലുണ്ട്. പ്രകൃതി നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ആ ഒരു ടൈറ്റിലിനൊപ്പം കാണുന്ന ഒരു പിക്ചർ നോക്കൂ. ആ പിക്ചറിൽ വി ക്യാൻ സീ ട്രീസ്, ആനിമൽസ്, ബേർഡ്സ്, റിവേഴ്സ്, മൗണ്ടൻസ് എറ്റ്സെട്ര. ഇല്ലേ? ഇതെല്ലാ കാര്യങ്ങളും തന്നിട്ടുള്ള പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നേച്ചേഴ്സ് പ്ലെൻറ്റി. ഈ ഒരു ടൈറ്റിലിന് താഴെ ഒരു കോട്ട് എഴുതിയിരിക്കുന്നു. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റേതാണ് ഈ കോട്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണ്? ഹി വാസ് എ ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കോട്ട് എന്താ അതിൻ്റെ മീനിങ്? ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ. പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കൂ, എങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. നിങ്ങൾക്ക് കൂടുതൽ നന്നായി മനസ്സിലാവും എന്നാണ് ആ ഒരു കോട്ടിൻ്റെ മീനിങ്. പ്രകൃതിയിലേക്ക് ആഴത്തിൽ നോക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ മനസ്സിലാക്കുക, പ്രകൃതിയെ നിരീക്ഷിക്കുക, പ്രകൃതിയെ കൂടുതലായി അറിയുക എന്നാണ് മീനിങ്. ഇനി ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ആണ്. നേച്ചേഴ്സ് ഡോട്ടർ, ജാർഖണ്ഡ്. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. ജാർഖണ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ നെയിം ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്ടിൽ, അതായത് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ സ്റ്റേറ്റാണ് ജാർഖണ്ഡ്. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. നേച്ചറിനോട് അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനായിട്ട് ജീവിക്കുക എന്നാണ് അർത്ഥം. സൂര്യമണീസ് സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ ടു ദോസ് ഹു ഡെലിബറേറ്റ്ലി വാക്ക് എവേ ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് ബോധപൂർവം അകന്നു നിൽക്കുന്നവർക്ക് സൂര്യമണിയുടെ സ്റ്റോറി ഒരു ഐ ഓപ്പണറാണ്. ഐ ഓപ്പണർ മീൻസ് കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണ്. ഡെഫിനറ്റ്ലി മീൻസ് ഷുവർലി, തീർച്ചയായും. ഡെലിബറേറ്റ്ലി, ഇൻറ്റൻഷനലി, ബോധപൂർവം എന്ന് പറയാം. വാക്ക് എവേ ഫ്രം നേച്ചർ എന്ന് പറഞ്ഞാൽ വാക്ക് എവേ മീൻസ് ലീവ്, വിട്ടുനിൽക്കുക, പ്രകൃതിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർക്ക്. സൂര്യമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് who loves the forest and considers it as her own. She loved the forest and knew that she could do something to save it. സൂര്യമണി ഒരു ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് ആണ്. ട്രൈബൽ മീൻസ് ഗോത്രവർഗത്തിൽപ്പെട്ടത്. നേച്ചർ ആക്ടിവിസ്റ്റ് മീൻസ് പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് സൂര്യമണി. Who loves the forest and considers it as her own. അവൾ ഫോറസ്റ്റിനെ, കാടിനെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ അവളുടെ സ്വന്തം, ആസ് ഹെർ ഓൺ എന്ന് പറഞ്ഞാൽ സ്വന്തം എന്ന് വിചാരിക്കുന്നു. ഷീ ലവ്ഡ് ദ ഫോറസ്റ്റ് ആൻഡ് ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. അവൾ കാടിനെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അവൾക്ക് അറിയുകയും ചെയ്യാം. ഷീ ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. കാടിനെ രക്ഷിക്കുന്നതിന്, സേവ് ചെയ്യുക മീൻസ് രക്ഷിക്കുക, രക്ഷിക്കുന്നതിന് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് അവൾക്ക് അറിയാം. ഇൻ കോളേജ് ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് ദി സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. ഷീ വെൻറ്റ് ഓൺ നേച്ചർ വാക്സ് വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ്, എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. കോളേജിൽ അവൾ കാടിനെ സംരക്ഷിക്കുന്ന ഒരു പ്രോഗ്രാം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രവർത്തനത്തിൽ അവൾ ഭാഗമായിട്ടുണ്ട്. ഷീ വെൻറ്റ് ഓൺ നേച്ചർ വാക്സ്. അവൾ കുട്ടികളുടെ കൂടെ നേച്ചർ വാക്കിന് പോകാറുണ്ട്. പ്രകൃതി, നേച്ചറിൽ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് നടക്കാറുണ്ട് കുട്ടികളുടെ കൂടെ. അത് എപ്പോഴാണ്? വീക്കെൻഡ്സ്, ഓൺ വീക്കെൻഡ്സ്. എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ഫോറസ്റ്റ്. നടക്കുന്ന സമയത്ത് കുട്ടികളോട് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാടുണ്ടെങ്കിലേ നമ്മളും ഉള്ളൂ എന്ന് കുട്ടികളെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. സർവൈവൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. സർവൈവ് എന്ന് പറയുന്നതാണ് അതിൻ്റെ വേർബ്, നിലനിൽക്കുക. സർവൈവൽ എന്ന് പറയുമ്പോൾ നിലനിൽപ്പ്. ലിങ്ക്ഡ് വിത്ത് മീൻസ് കണക്റ്റഡ് വിത്ത്, അതായത് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ന്യൂസ് പേപ്പർ ഐറ്റം എബൌട്ട്? ആ ന്യൂസ് പേപ്പർ ഐറ്റം എന്തിനെ പറ്റി ഉള്ളതാണ്?
The newspaper item is about സൂര്യമണി, a nature activist. ആക്ടിവിസ്റ്റ് ആയ സൂര്യമണിയെ കുറിച്ച് ഉള്ളതാണ്. Second question, സൂര്യമണി works hard to save the forest. Have you made any attempts to save nature? സൂര്യമണി ഒരുപാട് വർക്ക് ചെയ്യുന്നു ഫോറസ്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ നേച്ചർ സേവ് ചെയ്യുന്നതിന് വേണ്ടി? Yes, I took part in cleanup campaigns. I started using cloth bags instead of plastic bags. ഞാൻ ക്ലീനപ്പ് ക്യാമ്പയിൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം ക്ലോത്ത് ബാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നേച്ചറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ആൻസേഴ്സ് എഴുതാം. ഇത് ഒരു മോഡൽ ആൻസർ മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. ഡു യു എഗ്രി? നമ്മുടെ സർവൈവൽ, നമ്മുടെ നിലനിൽപ്പ് ഫോറസ്റ്റിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്, ഐ എഗ്രി. We all depend upon forests in some way or other for survival. Forests give us fresh air to breathe, food, medicines and other things like wood and other raw materials for the industries. Forests prevent soil erosion and hold the earth firmly. അതെ, ഞാൻ യോജിക്കുന്നു. നമ്മളെല്ലാവരും ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ. ഫോറസ്റ്റ് നമുക്ക് ഫ്രഷ് എയർ തരുന്നു, ബ്രീത്ത് ചെയ്യാനുള്ള ഫ്രഷ് എയർ തരുന്നു, അതുപോലെ ഫുഡ് തരുന്നു, മെഡിസിൻസ് തരുന്നു, ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള വുഡ്, അതുപോലെ തന്നെ അതിനുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ തരുന്നു. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയുന്നു. അങ്ങനെ ഏർത്തിനെ, മണ്ണിനെ വളരെ ഫേമായിട്ട് പിടിച്ച് നിർത്തുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും എന്ന് കരുതുന്നു.